ശ്രീ മാത്യു കുഴൽനാടനും ശ്രീ മുഹമ്മദ് ഷിയാസും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കാട്ടാനയാക്രമണത്തിൽ ഒരു വീട്ടമ്മ കോതമംഗലത്ത് കൊല്ലപ്പെട്ടിരുന്നല്ലോ. അതിലുള്ള പ്രതിഷേധം ഇരുവരും അറിയിച്ചിരുന്നു. എന്തായാലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്നതാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ അവരെ പ്രാപ്തരാക്കിയ പ്രധാന കാരണം. അങ്ങനെയാണ് വാർത്ത പറയുന്നത്. കാടിറങ്ങി വന്ന് കുത്തിയും ചവിട്ടിയും ആന നാട്ടുകാരെ കൊന്നുകൊടുക്കുന്നു. സ്വാഭാവികമായും പൊതുപ്രവർത്തകർ പ്രതിഷേധിക്കുമല്ലോ, അത് അവരുടെ ചുമതലയാണ്. കൊല്ലുക എന്നത് ആനയുടെയും ചാകുക എന്നത് നാട്ടുകാരുടെയും പ്രതിഷേധിക്കുക എന്നത് പൊതുപ്രവർത്തകരുടെയും ജോലിയാണ്. എന്നാൽ അവരങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ കാട്ടാനയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നെന്നും പറഞ്ഞ് എന്തിനാണ് വിജയദാസന്മാർ നമ്മുടെ പൊതുപ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റിതരാക്കുകയും ചെയ്യുന്നത്? സത്യത്തിൽ കാട്ടാനയില്ലേ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നത്, അല്ലെങ്കിൽ നിൽക്കുന്നത്? അതായത് നാട്ടിലുള്ള സഹജീവികളെ കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റ് ദമ്പതികളുടെയും അവരുടെ സന്തതികളായിട്ടുള്ള PFI പീറകളുടെയും SFI പരിഷകളുടെയും മറ്റും പണിയാണ് അല്ലേ? കാട്ടാന കാട്ടിലുള്ള സഹജീവികളെ കൊല്ലുന്നതാണ് തീർച്ചയായിട്ടും മര്യാദ. ആ മര്യാദയുടെ അതിര് ലംഘിച്ചുകൊണ്ട് കാടിറങ്ങി വന്ന് കാട്ടാന നാട്ടുകാരെ കൊല്ലാൻ തുടങ്ങിയ കമ്മിസുടുക്കളും മക്കളും എങ്ങനെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം കൃത്യമായി നടത്തും? ഒരാളെ ഒന്നിലധികം തവണ കൊല്ലാൻ ദൈവങ്ങൾ പോയിട്ട് നമ്മുടെ ഷെയ്ംസീറിന്റെ ശാസ്ത്രം പോലും അനുവദിക്കുന്നില്ലല്ലോ, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ അന്യായം കാണിച്ച ആനയെ അറസ്റ്റ് ചെയ്യാതെ മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും ഒക്കെ വിജയദാസന്മാർ പിടിച്ചുകൊണ്ടുപോയത് ന്യായമാണോ? എന്തായാലും പിണഞ്ഞ അബദ്ധം അധികം വൈകാതെ വിജയദാസന്മാർ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി. അതായത് ദാരിദ്ര്യം വിതറിയും പട്ടിണിക്കിട്ടും ദാഹജലം നിഷേധിച്ചും പരസ്യ വിചാരണ ചെയ്തും കെട്ടിത്തൂക്കിയും വെട്ടിനുറുക്കിയുമൊക്കെ കമ്മിസുടുക്കളും മക്കളും കൊല്ലാൻ നിർത്തിയിരിക്കുന്ന ഇരുകാലി ജന്തുക്കളെ കാടിറങ്ങി വന്ന് കൊല്ലുന്ന ആനകളാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമാകുന്നത്. നാട്ടുകാരെ കൊല്ലാൻ കാട്ടാനകൾക്കൊട്ടും തന്നെ അധികാരമില്ല. അതിന് അർഹരായവർ നാട്ടിൽ തന്നെയുണ്ട്. ആ ബോധ്യം വന്നതുകൊണ്ടും ഉലക്ക ഒഴിവില്ലാത്തത് കൊണ്ടും പരലോകത്തേക്ക് ഉരുട്ടിവിടാതെ കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും പച്ച ജീവനോടുകൂടി വെളുപ്പാങ്കാലം തന്നെ മോചിപ്പിക്കാനുള്ള വിവേകം വിജയദാസർ കാണിച്ചു. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ചെന്ന് വിളിക്കിറങ്ങാൻ ഇരുവർക്കും കഴിയുകയും ചെയ്തു. വളരെ സന്തോഷം. വിജയദാസർ നീണാൾ വാഴുക. ഇനി മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. കാട്ടാനയുടെ ഉപദ്രവത്തിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കണമെന്ന് നമ്മുടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് ക്രൂരതയാണ്. നിങ്ങൾ ആ വനദേവതയോട് മുട്ടിപ്പായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, ഒരുപക്ഷെ ഫലം കിട്ടും. എന്നാൽ നമ്മുടെ മരമന്ന സർക്കാരിനോട് അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ക്രൂരതയാണ്, കൊടും ക്രൂരത. ആ സാധുവിന് സ്വന്തം കുടുംബത്തെ മരപ്പട്ടി മൂത്രത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ സാധിക്കുന്നില്ല, അതിനുള്ള കഴിവില്ല. പിന്നെയാണോ നാട്ടുകാരെ ആനക്കുത്തിൽ നിന്നും അങ്ങനെ രക്ഷിക്കാൻ പോകുന്നത്? കാര്യം ഒന്നിലേറെ ചങ്കൊക്കെയുണ്ട്. ഒരു ഫയൽവാനെ പോലെ ആശാൻ അത് തക്കം കിട്ടുമ്പോഴൊക്കെ ആകാവുന്നത്ര പൊതുസമൂഹത്തിന് നേരെ വിരിച്ചും നിർത്താറുണ്ട്. ഉള്ള 2 ചങ്കും കിടക്കയിൽ വിരിച്ചിട്ട് മാത്രമേ അങ്ങേര് പള്ളി ഉറക്കം പോലും നടത്താറുള്ളൂ. പക്ഷെ എന്ത് വിശേഷം, മരപ്പട്ടി പോലും അത് കണ്ടു വിരളുന്നില്ല. എന്ന് മാത്രവുമല്ല, ആ ചങ്കുകളെ അവരുടെ കക്കൂസായാണ് ഈ മരപ്പട്ടികൾ കണക്കാക്കിയിരിക്കുന്നത് പോലും. അതാ പറഞ്ഞത്, ഈ കാട്ടാനക്കാര്യം മരമന്നൻ സർക്കാരിനോട് പറയുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിലും വലിയ ക്രൂരതയാണ്. ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനുമൊക്കെ ആദ്യം വേണ്ടത് അധികാരമാണ്. അതാണെങ്കിൽ തരേണ്ടത് നാട്ടുകാരുമാണ്. നമ്മുടെ നാട്ടുകാരിൽ മഹാഭൂരിപക്ഷവും കഷ്ടകാലത്തിന് പ്രബുദ്ധരുമായി പോയി. അതുകൊണ്ട് മരമന്നന്റെ കിറ്റുദാന ശേഷിയിലും അങ്ങേരുടെ ഇരട്ടച്ചങ്ങിന്റെ കരുത്തിലും അവർ ഭ്രമിച്ചു കിടക്കുകയാണ്. കാട്ടാനയുടെ കുത്തുകിട്ടി ചത്താലും വേണ്ടില്ല, അല്ലെങ്കിൽ പോത്തിന്റെ വെട്ടുകൊണ്ട് കിടന്നാലും കുഴപ്പമില്ല, ക്ഷേമ പെൻഷൻ തന്നില്ലേലും സാരമില്ല, നാട് കൊള്ളയടിച്ചാലും വേണ്ടില്ല, ശമ്പളം കിട്ടിയില്ലേലും സാരമില്ല, നാട് മതേതരമാവണം. ഈ കോൺഗ്രസുകാർക്ക് ശുദ്ധ മതേതരത്വം എന്താണെന്ന് വലിയ ധാരണയില്ലെന്ന് നമ്മുടെ ഈ പ്രബുദ്ധർക്കറിയാം. ഈ മുസ്ലിം ലീഗ് പോലൊരു വർഗീയ പാർട്ടിയെ കൂടെ നിർത്തുന്ന കോൺഗ്രസിന് എങ്ങനെ മതേതരത്വം അവകാശപ്പെടാൻ കഴിയും? ലോകത്തെ ഏറ്റവും വലിയ മതേതര കൂട്ടായ്മയായിട്ടുള്ള ഹമാസ്, താലിബാൻ, അൽ ഖ്വയ്ദ ഇങ്ങനെയുള്ള 100 കണക്കിന് മതേതര സംഘടനകളോട് ഐക്യപ്പെട്ടു പോകാനും അഫ്ഗാനിസ്ഥാനിലും ഗാസയിലും സിറിയയിലുമൊക്കെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന അതേതര മതേതരത്വവും ജീവിത നിലവാരവും സമാധാന സുന്ദരമായിട്ടുള്ള മാനസിക ഭാവവുമൊക്കെ നമ്മൾ മലയാളികൾക്ക് നൽകാനുള്ള പരിശ്രമമാണ് മരമന്നൻ നടത്തി വരുന്നത്. അത്തരമൊരു ജീവിത നിലവാരം സമ്മാനിക്കാൻ കോൺഗ്രസിന് ഒരിക്കലും സാധിക്കില്ലെന്ന് പ്രബുദ്ധ ജനതയ്ക്ക് വളരെ നന്നായിട്ടറിയാം. നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. ആനക്കുത്തും കാട്ടുപോത്തിൻ വെട്ടുമൊക്കെ അനുഭവിച്ചാൽ എന്താ? ദിമാറ മരമന്നൻ നാളെ ഈ ഹരിത നവകേരളത്തിന് സമാധാന സുന്ദരമായിട്ടുള്ള ഒരു ഹമാസിയൻ ജീവിതം അത് തീർച്ചയായിട്ടും നൽകിയിരിക്കും. മരമന്നനും ഓന്റെ ഓള് പെറ്റോളുടെ പുത്തൻ പുയ്യാപ്പിളയും കൂടി അത് സാധ്യമാക്കി തരും. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ വരാനിരിക്കുന്ന ഒരു അഫ്ഗാനിയൻ അല്ലെങ്കിൽ സിറിയൻ
അതുമല്ലെങ്കിൽ രസ്യൻ ഒരു ഹമാസിയൻ ജീവിതത്തിനായി സഹിക്കുന്ന ത്യാഗങ്ങൾ മാത്രമാണെന്ന് പ്രബുദ്ധർക്ക് വളരെ നന്നായിട്ടറിയാം. ഈ കേരള സർവകലാശാല യൂണിയന്റെ യുവജനോത്സവത്തിന് നൽകിയ പേര് കണ്ടില്ലേ, ഇന്തിഫാദ. ഇത്രത്തോളം മതേതരത്വവും മാനവ സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു പേര് കണ്ടെത്താൻ കൊങ്ങികൾക്കാവുമോ? ഇല്ല. അതാ പറഞ്ഞത്, കാലം വളരെ മാറി. അധികാരം വേണമെങ്കിൽ മൃഗീയവും അതിതീവ്രവുമായിട്ടുള്ള നിലയിൽ മതേതരത്വം പ്രസരിപ്പിക്കാൻ കഴിയണം. മാത്യു കുഴൽനാടൻ അധികാരത്തിന്റെ അംശം വല്ലതും അല്പം വേണോ? എങ്കിൽ കുഴൽനാടൻ തുമ്പ് നുള്ളിക്കളഞ്ഞ് മരമന്ന പാദങ്ങളിൽ കമഴ്ന്നു വീഴണം, കിട്ടും. അതുപോലെ മുസ്ലിം ലീഗിന് മതേതര പാർട്ടിയാവണോ? നേരെ മരപ്പട്ടി മന്ദിരത്തിലേക്ക് ചെന്ന് മരമന്ന പ്രീതിക്കായി യാചിക്കണം. ഇടതുപാളയത്തിൽ ചെന്നാൽ മാത്രം മതി. അതോടെ മുസ്ലിം ലീഗിൽ നിന്ന് മതേതരത്വത്തിന്റെ അച്ചൂരങ്ങോട്ട് വമിക്കാൻ തുടങ്ങും. നമ്മുടെ ഈ മദനി സാഹിബ് വരെ ഇന്ന് കൊടും ഘോരനായിട്ടുള്ള ഒരു തീവ്ര മതേതരനാണ്. ഇനി ഞാൻ സിനിമാ തിയേറ്ററുകളിലേക്ക് പോകില്ല, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇനി ഞാൻ ബിയർ ഉപയോഗിക്കില്ല, ഇനി ഞാൻ പാൻപരാഗ് ഉപയോഗിക്കില്ല. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്കും പരിശ്രമിച്ചുകൂടെ? ഒരുപക്ഷെ ഞാനൊരു മതപ്രസംഗം ആദ്യമായിരിക്കും നടത്തുന്നത് പിരിവിന് വേണ്ടിയല്ലാതെ. ഇനി ലോകാവസാനം വരെ ഈ ഹരിത നവകേരളത്തെ മരമന്ന വംശമാവും അടക്കി ഭരിക്കാൻ പോകുന്നത്. അക്കാര്യം മറക്കരുത്. ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ മാത്യു കുഴൽനാടനും ഈ മുഹമ്മദ് ഷിഹാസുമൊക്കെ വിജയദാസന്മാർക്കൊപ്പം അന്തി ഉറങ്ങേണ്ട നില വരും. കഴിഞ്ഞ 6-7 കൊല്ലം നമ്മുടെ നാട് അനുഭവിച്ച ദുരിതങ്ങൾക്ക്, സകല ദുരിതങ്ങൾക്കും മരമന്ന സർക്കാരിന് പ്രബുദ്ധ സമൂഹം നൽകിയിട്ടുള്ള ശിക്ഷ കണ്ടില്ലേ? UDF-ൽ നിന്നും BJP-യിൽ നിന്നും ഒരേപോലെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ LDF-നായെന്നും കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നത് എന്നും MP രാജേഷ് തൃശൂരിൽ പറഞ്ഞു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നേട്ടം. സംസ്ഥാനത്ത് ആകെ 6 സീറ്റുകൾ പിടിച്ചെടുത്തു. നെടുമ്പാശ്ശേരിയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പഴയതിലും വലിയ വിജയം, പഴയതിലും തിളങ്ങുന്ന വിജയം നൽകി LDF-നെ പ്രബുദ്ധർ ശിക്ഷിച്ചു കളഞ്ഞത്. നമ്മുടെ നവകേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കെടുതികളും വരാനിരിക്കുന്ന ഒരു മഹത് ജീവിതത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗം മാത്രമാണെന്ന് ഹരിത നവകേരളത്തിലെ പ്രബുദ്ധ മതേതരർ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യത്തിൽ ഇന്നാട്ടിലെ മനുഷ്യരുടെ മണ്ടയെ ബാധിച്ചിരിക്കുന്ന ആ പ്രബുദ്ധ മണ്ടരി മാറാതെ ഈ നാട്ടിൽ സാമാന്യ ബുദ്ധിയും നീതിബോധവും പൗരചിന്തയും സഹജീവി സ്നേഹവും ഒക്കെയുള്ള മാത്യു കുഴൽനാടന്മാരെ പോലുള്ള നേതാക്കൾക്ക് വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല. കാട്ടാനയുടെ കുത്തും കാട്ടുപോത്തിന്റെ വെട്ടുമൊക്കെ കൊണ്ട് കിടക്കുമ്പോഴും, ക്ഷേമ പെൻഷൻ കിട്ടാതെ വലയുമ്പോഴും, സഹകരണ ബാങ്കിലിട്ട പണം കൊള്ളയടിച്ചു പോകുമ്പോഴും അതിലൊന്നും യാതൊരു പ്രയാസവും കാണാതെ അണ്ടിപ്പാലും ബദാംപരിപ്പും ആടുവറുത്തതുമൊക്കെ കഴിച്ച് നാടുട്ടക്ക് നവകേരള സദസ്സുമായി അലഞ്ഞു നടന്ന നമ്മുടെ മന്ത്രിസഭയുടെ പങ്കപ്പാടിനെ പറ്റി വിചാരിച്ചും, അതുപോലെ തന്നെ മരമന്ന മാറിൽ പതിയുന്ന മരപ്പട്ടി മൂത്രത്തെ പ്രതിയും വ്യസനിക്കുന്ന ആളുകളെ ഓർത്ത്, അവരെയൊക്കെ ഓർത്ത് കണ്ണീരൊഴുക്കിയാൽ മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും ഒക്കെ വെറും പോങ്ങന്മാരെന്നേ നാട്ടുകാർ വിളിക്കൂ. അവസാനിപ്പിക്കാനായി പറയാം, വന്യജീവികളും SFI പരീക്ഷകളായിട്ടുള്ള നാട്ടുമൃഗങ്ങളുമൊക്കെ ചേർന്ന് മരമനന് ചെയ്തു നൽകുന്ന സഹായങ്ങൾ ചില്ലറയല്ല. ഭരണനിപുണതയോ കാര്യപ്രാപ്തിയോ നയതന്ത്രജ്ഞതയോ ഒന്നുമുള്ളവനല്ല മരമന്നൻ. മാന്യമായി ഒന്ന് പെരുമാറാനോ, മര്യാദയോടെ 2 വാക്ക് സംസാരിക്കാനോ, വിവേകത്തോടെ പ്രവർത്തിക്കാനോ, വകതിരിവോടെ പൊതുസമൂഹത്തെ നേരിടാനോ ഒന്നും പ്രാപ്തിയില്ലാത്ത ഒരുവൻ ഇത്രയും ആദരാർഹമായിട്ടുള്ള പദവിയിൽ എത്തിയത് ജനാധിപത്യത്തിന്റെ പരാജയവും പരിമിതിയുമാണ്. 5 കാര്യങ്ങളിൽ മാത്രമാണ് ആ മനുഷ്യന് പ്രാപ്തിയുള്ളത്. 1. കഴിവുള്ളവരെയും യോഗ്യതയുള്ളവരെയും കണ്ടു മനസ്സിലാക്കാനും അവരെ വളരെ തന്ത്രപൂർവ്വം ഒതുക്കാനുമുള്ള വൈഭവം. 2. കഴിവില്ലാത്തവരെയും അനർഹരെയും കണ്ടെത്തി പദവികളും വഴിവിട്ട സഹായങ്ങളും നൽകി അവരെ അടിമകളാക്കി എന്നും ഒപ്പം നിർത്താനുള്ള വിരുത്. 3. സ്വന്തം പാർട്ടിയിലും അതുപോലെ തന്നെ എതിർ പാർട്ടികളിലുമുള്ള നേതാക്കളുടെ ദൗർബല്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും ആ ദൗർബല്യങ്ങൾക്ക് ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അവരെയും വിധേയത്വമുള്ളവരാക്കി നിയന്ത്രിക്കാനുള്ള സാമർഥ്യം. 4. നിഷ്ഠൂരമായിട്ടുള്ള പകപോക്കൽ ശേഷിയും മനസാക്ഷി രാഹിത്യവും തികഞ്ഞ ദയയില്ലായ്മയും രസ്യൻ നന്മയില്ലായ്മയും അപാരമായിട്ടുള്ള നുണപറയിൽ ശക്തിയും. 5. അതങ്ങ് വേറെ വെച്ചാ മതി, അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇല്ലാതെ നാക്കുകൊണ്ട് എന്തും പറയാമെന്നൊരു തടിയെടുത്താൽ അതിനെന്തായിരിക്കും ഫലം എന്ന് ഈ അടുത്ത നാളിൽ കണ്ടു. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. വന്യജീവികളും SFI പരീക്ഷകളായിട്ടുള്ള നാട്ടുമൃഗങ്ങളുമൊക്കെ മാധ്യമങ്ങളിൽ വാർത്തകളായി നിറയുമ്പോൾ അത് മരമന്നന് സഹായമാകുന്നത് ആ 5ാമത്തെ വൈഭവം ആളുകളിൽ എത്താതിരിക്കുകയും ചർച്ചയാവാതെ പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് മരമന്നന്റെ ആ 5ാം വൈഭവം? അത് ഇങ്ങോട്ട് ചെലവാകില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മകൾ.
ആനയുടെ കുത്തുകൊള്ളാതെ മിച്ചമാകുന്നവർ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം. പൊതു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ആനക്കുത്തിന് ആളുകളെ വിട്ടുകൊടുക്കുന്ന ജനദ്രോഹികൾക്ക് ഒരു മറുകുത്തു കൊടുക്കാനുള്ള അവസരമാണ് ലഭിക്കാൻ പോകുന്നതെന്നർത്ഥം. നമ്മുടെ വിരൽത്തുമ്പിൽ പുരളുന്ന മഷി മനുഷ്യദ്രോഹികൾക്കുമേൽ ജനാധിപത്യം നേടുന്ന വിജയത്തിന്റെ അടയാളമായി തിളങ്ങണം. ആത്മവഞ്ചനയെ രേഖപ്പെടുത്തുന്ന ഒരു കളങ്കമായത് നമ്മുടെ വിരലുകളിൽ പതിയാതെ നോക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. ആനയുടെ കുത്തിനേക്കാൾ അപായശേഷിയുള്ളതാവണം ആളുകളുടെ വോട്ടുകുത്ത് അല്ലെങ്കിൽ വോട്ടുകൊണ്ടുള്ള കുത്തൽ. ഇനിയും അഹങ്കരിക്കാൻ ഒരവസരം അവറ്റകൾക്ക് നൽകരുത്. അങ്ങനെ ചെയ്താൽ അത് ആത്മഹത്യാപരമാവും. എല്ലാവർക്കും വിവേകത്തോടെ സമ്മതിദാനം വിനിയോഗിക്കാൻ സാധിക്കട്ടെ. സ്നേഹം.